ഇപ്പൊ നിങ്ങൾ പുതിയൊരു സ്ഥലത്തേക്ക് വീട് മാറുകയാണെങ്കിൽ പുതിയൊരു വീട് വെച്ച് കിച്ചണൊക്കെ ഒന്ന് സെറ്റ് ചെയ്യേണ്ട പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, എത്ര പാത്രങ്ങൾ വേണം, എങ്ങനത്തെ ടൈപ്പ് പാത്രങ്ങൾ വേണം എന്ന്, അല്ലെ? ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ശ്രുതീസ് ഡിജിറ്റൽ ഡയറി. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മസ്റ്റ് ഹാവ് ആയിട്ട് നമ്മളെ കയ്യിൽ ഉണ്ടാകേണ്ട കിച്ചൺ യൂട്ടൻസിൽസ് കാണാം. ഒരു ബിഗിനർ ആയപ്പോൾ എനിക്കും ഇതുപോലത്തെ പല കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആ കൺഫ്യൂഷൻസ് ഒക്കെ സോൾവ് ചെയ്യാം. നമ്മുടെ കിച്ചണിലെ ആദ്യത്തെ മസ്റ്റ് ഹാവ് പ്രോഡക്റ്റ് ആണ് ഇത്, പ്രഷർ കുക്കേഴ്സ്. പ്രഷർ കുക്കേഴ്സ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് നമ്മുടെ കുക്കിംഗ് പ്രോസസ്സ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെയ്തു തീർക്കാൻ പറ്റാൻ വലിയൊരു സഹായിയാണ് ഈ പ്രഷർ കുക്കേഴ്സ്. നിങ്ങൾ പ്രഷർ കുക്കേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളെ ഫാമിലിന്റെ സൈസ് അനുസരിച്ചിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ വെറും 3 മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ, ഞാനും എൻ്റെ മോനും എൻ്റെ ഹസ്ബൻഡും. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഒന്ന് വലുത്, ഇത് 8 ലിറ്ററിന്റെ ആണ്, ആൻഡ് ഇത് 5 ലിറ്ററിന്റെ ആണ്. 2 വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ കുക്കിംഗ് പ്രോസസ് കുറച്ചും കൂടി ഈസി ആൻഡ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് 2 ആവശ്യമാണ്. അപ്പൊ ഞാൻ ഈ ഒരു ചെറുത്, ഇതൊരു 5 ലിറ്ററിന്റെ ആണ്, ഇത് പ്രസ്റ്റീജ് ബ്രാൻഡിന്റെ ആണ്. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കുക്കർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അടുത്തത് ഇതാണ്, ഇതൊരു 8 ലിറ്ററിന്റെ കുക്കറാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ചോറ് വെക്കാനാണ്. ഇപ്പൊ ഞാൻ 2 നേരം ഒരുമിച്ചിട്ടാണ് ചോറ് വെക്കാറുള്ളത്. അപ്പൊ ഞാൻ ഈ ഒരു വലിയ കുക്കർ ചോറ് വെക്കാനും ഈ ഒരു ചെറിയ കുക്കർ കറികളൊക്കെ വെക്കാനാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ പ്രഷർ കുക്കർ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡ് തന്നെ നോക്കി വാങ്ങുക. ബിക്കോസ് കുറച്ച് പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും പ്രഷർ കുക്കറിൻ്റെ കാര്യത്തിൽ ഒരിക്കലും നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ അലൂമിനിയം സ്റ്റീലും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്റ്റീൽ പ്രഷർ കുക്കേഴ്സാണ് ബെസ്റ്റ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ആണ് 1940. ഇതും പ്രസ്റ്റീജ് ബ്രാൻഡിൻ്റെ തന്നെ. ഇത് ഞാൻ ലോക്കൽ സ്റ്റോഴ്സ്, നമ്മൾ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ പ്രൈസ് 3640 ആണ്. പ്രഷർ കുക്കേഴ്സ് കഴിഞ്ഞാൽ അടുത്തത് മസ്റ്റാവായിട്ട് നമ്മളെ കയ്യിലുണ്ടാവേണ്ടതാണ് കടായികൾ. എൻ്റെ അടുത്ത് 2 ടൈപ്പ് കടായി ഉണ്ട് കേട്ടോ. ഒന്ന് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെതും പിന്നെ ഒന്ന് അലൂമിനിയമിൻ്റെയും. ഞാനിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഉപ്പേരി ഉണ്ടാക്കാനാണ്, പിന്നെ മുട്ട വറക്കാനും പപ്പടം കാച്ചാനും പിന്നെ ബാക്കി വന്ന ഫുഡൊക്കെ ചൂടാക്കലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ഇതിലാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാങ്ങുന്ന സമയത്ത് 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഒന്ന് ലൈറ്റ് വെയിറ്റ് ഉള്ളതും ഒന്ന് നല്ല കനമുള്ളതും ഉണ്ട്. അപ്പൊ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് നല്ല ബോട്ടം മാത്രമല്ല കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ തിക്നെസ് കണ്ടാൽ മനസ്സിലാകും. ഇത് നല്ല തിക്കുള്ളതാണ് വെച്ചാൽ നല്ല കനമുള്ള നോക്കിയിട്ട് വാങ്ങുക. അപ്പോൾ നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അടിയിൽ പിടിക്കാതെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഞാൻ ഇവിടുത്തെ ലോക്കൽ സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിന് എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഒരു 450 പ്രൈസ് ആയെന്ന് തോന്നുന്നു. ഒരു 200-250 റേഞ്ചിലൊക്കെ ചീനിച്ചട്ടി വരും. ബട്ട് അത് എന്താ പറയുക, തിക്നെസ് വളരെ കുറവായിരിക്കും, എന്താ പറയുക, ലൈറ്റ് വെയിറ്റ് ആയിരിക്കും അത്. ബട്ട് ഇത് നല്ല കനമുള്ളതാണ്. നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ നല്ല കനമുള്ളത് വാങ്ങാൻ നോക്കുക. അടുത്തത് ഇതുപോലത്തെ ഒരു കടായാണ്. ഇത് നമുക്ക് ലെഡോടെ കൂടെ വരുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ മൂടി വെച്ച് വേവിക്കേണ്ട സാധനങ്ങൾ, വെജിറ്റബിൾസ് ഒക്കെ ഇതിലാണ് ഞാൻ ചെയ്തെടുക്കാറുള്ളത്. ഇതിലും ഞാൻ ഇടയ്ക്ക് ഉപ്പേരിയൊക്കെ വെക്കാറുണ്ട്. ബട്ട് ചീനിച്ചട്ടിയിൽ വെക്കുന്ന അത്ര ഒരു ടേസ്റ്റ് ഇതിൽ കിട്ടാറില്ല, അതുകൊണ്ടാണ് ഞാൻ അതിൽ വെക്കാറുള്ളത്. ഇതിൽ നമുക്ക് വെജിറ്റബിൾസ് വേവിക്കാനും കറിയൊക്കെ വെക്കാനും ഇത് നല്ല യൂസ്ഫുൾ ആണ്. ഇതും പ്രസ്റ്റീജ് ബ്രാൻഡിൻ്റെയാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിന് പ്രൈസ് എനിക്കൊന്നൊരു ഓൾമോസ്റ്റ് 1100 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അടുത്ത മസ്റ്റായിട്ട് നമ്മളെ കിച്ചണിൽ ഉണ്ടാവേണ്ട ഒരു സാധനമാണ് ഇത്, ഫ്രൈങ് പാൻ. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് നമുക്ക് ഫിഷൊക്കെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനും ഇറച്ചിയൊക്കെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കില്ലേ, എന്നുവെച്ചാൽ അധികം എണ്ണ ഇടാണ്ട് ഡീപ് ഫ്രൈ അല്ലാതെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ദോശ ചൂടാനും ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി മസാല ദോശയൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് നല്ല എന്താ പറയുക, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ അതിനാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു ഫ്രൈങ് പാനും മസ്റ്റാണ്. ഇത് നോൺ സ്റ്റിക്കിന്റെ ആണ്. ഇത് ഹെൽത്ത് വൈസ് അത്ര നല്ലതല്ല കേട്ടോ. മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അടി പിടിക്കാതെ ഈസി ആയിട്ട് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നതാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ ബഡ്ജറ്റ് അലോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാനൈറ്റിന്റെ സ്റ്റീലിന്റെ ഒക്കെ വാങ്ങാം ഫ്രൈങ് പാൻസ്. ഗ്രാനൈറ്റിന്റെ ഫ്രൈങ് പാൻസ് ഒക്കെ ഒരു 1200 റേഞ്ചും പിന്നെ സ്റ്റീലിൻ്റെത് ഒരു 1700 റേഞ്ചിലാണ് വരുന്നത്. ഇത് എനിക്കൊരു കോംബോ ആയിട്ടാണ് കിട്ടിയത്. ഇമേജ് ഞാൻ ഇവിടെ ഇടാം. 679 റുപ്പീസിനാണ് എനിക്ക് ഇത് രണ്ടും വാങ്ങിയത്. അടുത്തത് നമ്മൾ കിച്ചണിൽ മസ്റ്റ് ഹാവ് ആയിട്ട് ഉണ്ടാകേണ്ടതാണ് സോസ് പാൻസ്. ഇതാണ്. ഇതിലും 2 വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ ജോലി എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് വാങ്ങിയത്, 2 വാങ്ങിയത്.
അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ചായ വെക്കാൻ മാത്രമാണ്, ചായയും കാപ്പിയും ഒക്കെ വെക്കാനാണ് ഞാൻ ഇത് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇത് ഞാൻ പാല് കാച്ചാനും വെള്ളം ചൂടാക്കാനും ഒക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഒന്ന് മതിയെങ്കിൽ ജോലി നടക്കും, കുഴപ്പമൊന്നുമില്ല. ബട്ട് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ജോലി ഈസി ആയിട്ട് തീർക്കാൻ പറ്റും. ഇത് നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ബോട്ടം നല്ല ഫ്ലാറ്റ് ആയിരിക്കണം കേട്ടോ. ചിലത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് റൗണ്ട് ആയിട്ടുള്ളത്. ഈ ഒരു സർഫേസ് റൗണ്ട് ആയിരിക്കും, അങ്ങനെയുള്ളത് വാങ്ങരുത്. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ നമ്മൾ സ്റ്റവിൽ വെക്കുന്ന സമയത്ത് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് തട്ടിയാൽ അത് മറിഞ്ഞു വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങുന്ന സമയത്ത് ഈ ബോട്ടം നല്ല ഫ്ലാറ്റ് ആയിട്ട് നല്ല കനമുള്ളത് വാങ്ങാം. ഇങ്ങനത്തെ കോപ്പർ ഉള്ളത് വാങ്ങിയ പാത്രങ്ങൾ പെട്ടെന്ന് ചൂടാവാൻ തുടങ്ങും. അപ്പൊ അതിലുള്ള വെള്ളമോ പാലോ ഒക്കെ പെട്ടെന്ന് തിളക്കും. ഇത് ഞാൻ ലോക്കൽ സ്റ്റോർസിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു 200-250 റേഞ്ചിലാണ് ഇത് രണ്ടും വാങ്ങിയത്. അടുത്തത് മസ്റ്റ് ഹാവും വെരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് തവ. ഇത് അയണിന്റെ തവയാണ് കേട്ടോ. ഇത് മസ്റ്റാവായിട്ട് നമ്മളെ കിച്ചണിൽ മസ്റ്റാവായിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ദോശ ചൂടാം, ചപ്പാത്തി ചൂടാം, പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കാം, ഒക്കത്തിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മൾ കിച്ചണിലെ എല്ലാ ഐറ്റംസും അയണിലേക്ക് മാറ്റുന്നതായിരിക്കും ബെസ്റ്റ്. ബട്ട് ബഡ്ജറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഈ അയൺ തവാസ് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിരിക്കും. നോൺ സ്റ്റിക്കും ഗ്രാനൈറ്റും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനത്തെ അയൺ തവാസ എക്സ്പെൻസീവ് ആയിരിക്കും. അയണിൽ ഉണ്ടാക്കി ഭക്ഷണം കഴിക്കുന്നത് ഹെൽത്ത് വൈസും നല്ലതാണ്. നമുക്ക് ഇതിൽ അയൺ കണ്ടന്റ് നമ്മളെ ഫുഡിൽ കലർന്നിട്ട് നമുക്കത് ഹെൽത്തിന് നല്ല ബെനിഫിറ്റ് ആണെന്നാണ് പറയുന്നത്. ഇതിന്റെ പ്രൈസ് എനിക്ക് എക്സാക്റ്റ് ആയിട്ട് അറിയില്ല. ഇത് ആക്ച്വലി ഇത് ഞാൻ വാങ്ങിയതല്ല, അമ്മേൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ട് അമ്മ എനിക്ക് തന്നതാണ്. അപ്പോൾ ഇതും ഒരു മസ്റ്റ് ഹാവ് പ്രോഡക്റ്റ് ആണ്. അടുത്ത മസ്റ്റ് ഹാവ് പ്രോഡക്റ്റ് നമ്മുടെ മലയാളികളിൽ ക്വൈറ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് മൺചട്ടികൾ. വേറെ എന്ത് പാത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ മൺചട്ടികളാണ് ഏറ്റവും സേഫ് ആയിട്ട് നമുക്ക് ഒന്നും പേടിക്കാതെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നത്. ഇത് ഞങ്ങൾ ഡെയിലി മീൻകറി വെക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ എല്ലാ ടൈപ്പ് കറികളും നമുക്ക് വെക്കാൻ പറ്റും. വെജിറ്റബിൾ കറി ആയിക്കോട്ടെ, ഇറച്ചിക്കറി ആയിക്കോട്ടെ, മീൻകറി ആയിക്കോട്ടെ. വേറൊരു പ്രശ്നം എന്താണെന്നറിയോ, ഈ സിറ്റിയിൽ നമുക്ക് അടുപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ ട്രഡീഷണൽ അടുപ്പുകൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഇതിൽ വെച്ചിട്ട് വേണം ഇത് എന്താ പറയുക മയക്കി എടുക്കാൻ. നമ്മൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന സമയത്ത് മണ്ണിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. ഇത് അമ്മമ്മ എനിക്ക് നാട്ടിൽ അടുപ്പുണ്ടാവില്ലേ അതിൽ വെച്ച് നല്ല പോലെ മയക്കി സെറ്റാക്കി കൊണ്ടുവന്നുകൊണ്ട് ഇപ്പൊ നമ്മൾ ഇതിൽ കുക്ക് ചെയ്യുമ്പോൾ വലിയ പ്രോബ്ലം ഒന്നുമില്ല. ഇതിൽ ഞാൻ മീൻകറിയും ഇറച്ചിക്കറിയും എല്ലാ ടൈപ്പ് കറിയും ഇതിൽ വെച്ച നല്ല സേഫും നല്ല ടേസ്റ്റും ആയിരിക്കും. അടുത്ത മസ്റ്റ് ഹാവ് പ്രോഡക്റ്റ് ആണ് ഇത്. ഇതിൽ ഞങ്ങളുടെ നാട്ടിൽ കഞ്ഞിക്കലം എന്ന് പറയും. ഇത് ബേസിക്കലി ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ ചോറൊക്കെ ഊറ്റി വെക്കാല്ലേ, ചോറ് കുക്കറിലാണ് ഉണ്ടാക്കല്. അതിനുശേഷം ഇതിലേക്കാണ് ഞാൻ ഊറ്റി വെക്കാറുള്ളത്. ആദ്യം ഞാൻ ഇതുപോലത്തെ ഒരു അരിപ്പയിലായിരുന്നു റൈസൊക്കെ സ്ട്രെയിൻ ചെയ്യാൻ വെക്കല്. ബട്ട് എനിക്ക് എന്തോ ഇതിൽ വെച്ചതിന് ശേഷം അടിയിലത്തെ ചോറൊക്കെ ഒരു വെള്ളം പോലെ ഡ്രൈ ആയിട്ട് കിട്ടുന്നില്ല ചോറൊന്നും. അതുകൊണ്ട് ഞാൻ ഇത് ഒഴിവാക്കിയിട്ട് ഇപ്പം ഞാൻ ഇതിലാണ് വെക്കുന്നത്. ഇത് ഒരു മസ്റ്റ് ഹാവ് പ്രോഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ഇത് കംഫർട്ടബിൾ ആണെങ്കിൽ. എനിക്ക് ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എനിക്കിത് യൂസ് ചെയ്യാൻ ആക്ച്വലി പേടിയായിരുന്നു പറയുകയാണെങ്കിൽ. പിന്നെ അതിൻ്റെ ഒരു നേക്ക് മനസ്സിലായപ്പോൾ അതൊന്ന് സെറ്റായി വന്നു. ഈ സ്ട്രെയിനറിനേക്കാളും കുറച്ചും കൂടിയും ഹെൽപ്ഫുൾ ആൻഡ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ഇതുപോലത്തെ കഞ്ഞിക്കലമാണ്. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യട്ടോ. കഞ്ഞിക്കലം തന്നെയാണോ പറയല, വേറെ എന്തെങ്കിലും പേരാണോ എന്ന്. അപ്പോൾ ഇതും ഒരു മസ്റ്റ് ഹാവ് പ്രോഡക്റ്റ് ആണ്. ഇത് അച്ഛൻ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. അടുത്ത മസ്റ്റ് ഹാവ് പ്രോഡക്റ്റ് ഒരു കുഞ്ഞു സാധനമാണ്, ബട്ട് ഒരു മസ്റ്റ് ഹാവും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇതിനെന്താ പറയാ, തടുക്ക നമ്മൾ വറുത്തിടില്ലേ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ കുഞ്ഞ് ഇതില് നല്ല കംഫർട്ടബിൾ ആയിരിക്കും അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇങ്ങനെ തന്നെ സാധനങ്ങളൊക്കെ ഇട്ട് അങ്ങനെ എടുത്തിട്ട് കറിയിൽ മിക്സ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അതിനാണ് ഞാൻ ഈ കുഞ്ഞ് സാധനം വാങ്ങിയത്. ഇത് ഞങ്ങൾ ഇവിടുത്തെ ലോക്കൽ സ്റ്റോറിൽ തന്നെ വാങ്ങി. ഇതിന്റെ പ്രൈസ് ഒന്നും എനിക്കറിയില്ല, ബട്ട് എനിക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ട് തോന്നിയത്. അയണിന്റെ പ്രോഡക്റ്റ്സ് എല്ലാം ഹെൽത്ത് വൈസ് നല്ലതാണ് കേട്ടോ, നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ബട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് വളരെ ബുദ്ധിമുട്ട്. ഇത് തുരുമ്പ് വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അയണിന്റെ ഏതൊരു പ്രോഡക്റ്റും അധികം കഴുകാൻ പാടില്ല. അധികം വെള്ളം നനയാൻ പാടില്ല. വെള്ളം നനച്ച് കഴുകുകയാണെങ്കിൽ തന്നെ അത് ഫുള്ള് നല്ലപോലെ ഡ്രൈ ആക്കി ഇങ്ങനെ ഓയിൽ കാണുന്നില്ലേ, ഇതൊക്കെ ഞാൻ നല്ലപോലെ സീസണിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാബിനറ്റിൽ ഇത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഓയിൽ നല്ലപോലെ തടവിയതിന് ശേഷം മാത്രം ക്യാബിനറ്റിൽ സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ റസ്റ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ബട്ട് ഹെൽത്ത് വൈസ് ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ്.
അടുത്തതും ഫൈനൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് യൂട്ടൻസിൽ. നമ്മൾ മലയാളിയൊക്കെ വേറെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പുട്ടും കടലയും ഇടിയപ്പവും വെള്ളയപ്പവും ഒന്നും കഴിക്കാതെ ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റേ ഇല്ല. സ്പെസിഫിക് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിന് അതിൻ്റെതായിട്ടുള്ള പാത്രങ്ങൾ വേണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് ഇത് വെള്ളയപ്പത്തിന്റെ ചട്ടിയാണ് കേട്ടോ. ഇങ്ങനെ ലിഡോടെ കൂടെ വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി കൺവീനിയന്റ്. അടുത്തത് പുട്ടുകുറ്റി. അപ്പൊ നിങ്ങൾക്ക് ഇഡ്ഡലിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇഡ്ഡലി തട്ട് വാങ്ങാം. കാരണം എൻ്റെ അടുത്ത് ഇഡ്ഡലി തട്ട് ഞാൻ ഇനിയും വാങ്ങിയിട്ടില്ല, വാങ്ങണമെന്ന് ഇങ്ങനെ വിചാരിക്കുകയാണ്. ഇഡ്ഡലി നമുക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇഡ്ഡലി തട്ട് വാങ്ങാൻ ഇത്ര ഒരു ഡിലേ വന്നത്. എനിവേ അതും വാങ്ങണം. അപ്പോൾ നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഓരോരോ യൂട്ടൻസിൽസ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു മലയാളി എഡിഷൻ ആയിട്ടുള്ള കിച്ചൺ മസ്റ്റ് ഹാവ് യൂട്ടൻസിൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ 9 സാധനങ്ങളാണ് നമ്മൾ കിച്ചണിൽ മസ്റ്റ് ഹാവ് ആയിട്ട് നമ്മൾ വാങ്ങി വെക്കേണ്ടത്. ഇതിന് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ വാങ്ങണമെങ്കിൽ നിങ്ങളെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങാം. നിങ്ങൾ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും പുതിയ കിച്ചൺ സെറ്റപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറൊരു നാട്ടിലേക്ക് താമസം മാറ്റുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഇത് യൂസ്ഫുൾ ആകും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിലുള്ള മസ്റ്റ് ഹാവ് കിച്ചൺ കുക്കിംഗ് യൂട്ടൻസിൽസ്. പിന്നെ എന്തെങ്കിലും എന്നോട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ താഴെ, ബിക്കോസ് എനിക്കും അതൊരു പുതിയൊരു ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളും ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ശ്രുതി.